എല്ലാവർക്കും ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ വേണം, ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നെങ്കിലേ ഇവിടെ വികസന മാറ്റം ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വോട്ട് കുത്തി ഇന്ന് എല്ലാവർക്കും നല്ല ചിരിക്കുന്ന മുഖ്യമന്ത്രി നല്ല രീതിയിൽ വെളുക്ക ചിരിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾ, അത് ഉയർന്ന ഗതിയിലായിക്കോട്ടെ താഴ്ന്ന ഗതിയിലായിക്കോട്ടെ ഏത് ഗതിയിൽ ജീവിക്കുന്നവരും ആയിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ കരയുന്നൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു അവസ്ഥ എത്ര നാൾ പോകുമെന്ന് എനിക്ക് എന്തായാലും അറിയില്ല. എന്തായാലും അധികം നാൾ പോവില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങ് ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ പടിയിറക്കി വിടാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ഒത്തൊരുമിച്ച് കൂടിയതുപോലെ മിക്കവാറും കേരളത്തിലും ഒരു സഖ്യം ചേർന്നുകൊണ്ടൊരു പരിപാടി നടത്തേണ്ടി വരും ഈ ഒരു നെറികെട്ട രാഷ്ട്രീയം നെറികെട്ട ഭരണകൂടത്തിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരൊരു തേങ്ങാ പിണ്ണാക്കം ചെയ്യുന്നില്ലെന്നേ. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ കാണിക്കാം. മോഡിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും KB ഗണേഷ് കുമാറിനെ മാറ്റി അവിടെ പൂക്കി സർക്കാരിനെ കയറ്റണമെന്ന് വിചാരിച്ചത്. മോഡിഫിക്കേഷൻ ഞങ്ങൾ ആദ്യം അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന പിള്ളേരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ആ പിള്ളേർക്ക് വേണ്ടി ഞങ്ങളൊരു മോഡിഫിക്കേഷൻ അങ്ങ് അലോ ചെയ്യും. ഈ നാട്ടിൽ മോഡിഫിക്കേഷൻ ഇല്ല. പിന്നെ വാഹനങ്ങളുടെ കളർ മാറ്റാനും ലൈറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഞങ്ങൾ പുതിയൊരു പദ്ധതിയുമായിട്ട് വരുമെന്നൊക്കെയായിരുന്നു പൂക്കികൾ പറഞ്ഞത്. അപ്പോൾ അന്ന് ഈ പൂക്കികൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആ വീഡിയോയുടെയൊക്കെ കമന്റ് ബോക്സിൽ ഇത് ഈ നാട്ടിലെ പിണറായി വിജയനെ തോൽപ്പിച്ചതിൽ ഞങ്ങളടക്കമുള്ള വണ്ടിഭ്രാന്തന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെഴുകലായിരുന്നു. ഇന്ന് അതേ വണ്ടിഭ്രാന്തന്മാരെ കാണിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഒന്ന് കണ്ടുപോയിക്കോ. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ. പത്തനംതിട്ട മെഴുവേലി സ്വദേശി അമലിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിനാണ് MVD 5000 രൂപ പിഴ ചുമത്തിയത്. വാഹനത്തിന് മുൻവശത്ത് നിയമവിരുദ്ധമായി അധിക ലൈറ്റുകൾ ഘടിപ്പിച്ചതിനാണ് നടപടി. കൂടാതെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് 2000 രൂപയുടെ വെവ്വേറെ പിഴയും ചുമത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ മേഖലയായ ആറന്മുളയിൽ വെച്ചല്ല, മറിച്ച് വാഹനത്തിന് സ്പെയർ പാർട്സുകൾ വാങ്ങാനായി അടൂരിലേക്ക് പോകുന്നതിനിടെ നടത്തിയ പരിശോധനയിലാണ് MVD വാഹനം പിടികൂടിയത്. കോഴഞ്ചേരി ഉൾപ്പെടെയുള്ള പ്രളയബാധിത പ്രദേശങ്ങളിൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനും കുടിവെള്ളവും ഭക്ഷണവും എത്തിക്കുന്നതിനും ഇത്തരം ഓഫ് റോഡ് വാഹനങ്ങൾ വലിയ സേവനമാണ് കാഴ്ചവെച്ചിരുന്നത്. ഓഫ് റോഡ് വാഹനങ്ങളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ മുൻപ് മുഖ്യമന്ത്രി നേരിട്ട് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഓഫ് റോഡ് വാഹനം, അതായത് ഈ വാഹനം ഇവരിറക്കിയത് ആ ഒരു പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടും അവിടേക്ക് പല സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ഈ വാഹനവുമായിട്ട് പോയത്. ഇത് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും, എന്തിനാണ് ഓഫ് റോഡ് വാഹനവുമായിട്ട് എന്തിനാണ് മോഡിഫൈ ചെയ്ത വാഹനമായിട്ട് പോകുന്നത്? നമ്മുടെ സാധാരണ ഈ റോഡിൽ കൂടി ഓടുന്ന വാഹനങ്ങൾ, ഇപ്പോൾ നമ്മുടെ കാറായിക്കോട്ടെ, പോലീസിന്റെ ജീപ്പ് ആയിക്കോട്ടെ, പോലീസിന്റെ കാറായിക്കോട്ടെ, ഒരു വാഹനങ്ങളും അത്രയും വെള്ളക്കെട്ടിൽ കൂടി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വണ്ടി എയർ സസ്പെൻഷൻ കയറ്റി ടയറിന് വലുപ്പം കൂട്ടി ആ രീതിയിൽ ഏത് ടെറയിലും കൊണ്ടുപോകാൻ സാധിക്കും വിധം സജ്ജീകരിച്ചിട്ടുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ. ആ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്ക് മാത്രം അതിലേക്കൂടെ പോകാൻ സാധിക്കും. അല്ലെങ്കിൽ വാഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ, വാഹനത്തിനുണ്ടാകുന്ന കേടുപാടുകൾ ഒന്നും ശ്രദ്ധിക്കാതെ എല്ലാം കുഴപ്പമില്ല, ഞങ്ങൾ എന്നാലും ജനങ്ങളെ രക്ഷിച്ചാൽ മതി എന്ന് പറയുന്നൊരു ചിന്താഗതിയിൽ ആ വാഹനങ്ങൾ അതിൽ കൂടി ഇറക്കിക്കൊണ്ടു പോകുന്ന കുറച്ച് വണ്ടിഭ്രാന്തന്മാർ വേറെയുമുണ്ട്. അങ്ങനെയുള്ള വണ്ടിഭ്രാന്തന്മാർ തന്നെയാണ് കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനത്തിനായിട്ട് അവരുടെ വാഹനം വെള്ളക്കെട്ടിലും ചെളിയിലുമൊക്കെ ഇറക്കി പാറകളിലുമൊക്കെ കയറ്റിക്കൊണ്ട് പോയത്. അപ്പം അങ്ങനെ പോയപ്പോൾ ആ വാഹനം, അതായത് ഇവർ കോഴഞ്ചേരിയിലോ മറ്റ് പല സ്ഥലങ്ങളിലോ ഒക്കെ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് 2000-ന് മുകളിൽ ഒരു പെറ്റി കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും വേണ്ടുന്നത് തന്നെയാണ്. വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഫിറ്റ്നസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതിൽ പുക പരിശോധന അവർ ചെയ്തിട്ടില്ലെങ്കിൽ അതിനവർക്ക് പെറ്റി കിട്ടുക തന്നെ വേണം, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ ഈ വാഹനത്തിൽ അമിതമായിട്ട് ലൈറ്റ് വെച്ചിരുന്നു, വാഹനത്തിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് അപകടകരമായ വിധം ആ വാഹനം ഓടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഏത് പേരിൽ വിളിക്കണം? അതും ആ വാഹനം റോഡിൽ കൂടി വെറുതെ ഇട്ട് ഓടിച്ചതിനല്ല പെറ്റി. ആ ദുരന്ത മേഖലയിൽ വന്ന് ആ ദുരന്ത ബാധിതരെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വാഹനം ഉപയോഗിച്ചതിൽ ആ സമയത്താണ് MVD ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ കാണുന്നത് ഈ വാഹനത്തിൽ അനധികൃതമായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ടെന്ന്. നമ്മുടെ പൂക്കികളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലൈറ്റ് ഫിറ്റിംഗ്സ് കുഴപ്പമില്ല, ചെയ്തോ, ഫോഗ് ലാമ്പൊക്കെ ചെയ്തോ, കുഴപ്പമില്ല, ഇന്റീരിയർ ലൈറ്റ് ചെയ്യാം, സ്റ്റിയറിംഗ് കവർ അടിക്കാം, വണ്ടിയുടെ സീറ്റ് കവർ അടിക്കാം, മറ്റേ ഫ്ലോർ മാറ്റ് ചെയ്യാം, പിന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യാം, മറ്റേ ഹുക്കൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടായിരിക്കണം ഒരുപക്ഷെ ഇവർ ഈ വാഹനം റോഡിലേക്ക് ഇറക്കിയത്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഓൾറെഡി അപ്രീഷിയേറ്റ് ചെയ്തതാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുമ്പോൾ പെറ്റി എന്ന് പറയുന്ന സാധനം കൂടി അവർക്കൊരു സമ്മാനമായിട്ട് കിട്ടി. ഇത് പറയുമ്പോൾ വാഹനത്തിൻ്റെ മോഡിഫിക്കേഷനെ പറ്റിയും നമ്മൾ പറയണമല്ലോ. മോഡിഫിക്കേഷനിൽ നമ്മുടെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത്, UDF അധികാരത്തിൽ വന്ന സമയത്ത് പറഞ്ഞ എന്താണ്? വാഹന മോഡിഫിക്കേഷൻ വണ്ടിഭ്രാന്തന്മാർക്ക് ഒരു പ്രതീക്ഷയോടുകൂടിയല്ല, വണ്ടിഭ്രാന്തന്മാരുടെ ആഗ്രഹം നിറവേറ്റും വിധം ഞങ്ങൾ പണിയെടുക്കും എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ആ സമയത്ത് തന്നെ KB ഗണേഷ് കുമാറും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ പല അനുയായികളും അണികളുമൊക്കെ പറഞ്ഞതാണ്, മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല.
കേരള ഗവൺമെൻറ് എന്തൊക്കെ തീരുമാനിച്ചാലും കേന്ദ്രം അനുമതി കൊടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അന്നേ എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ ഇത് ഞങ്ങളുടെ സർക്കാർ ചെയ്തു തരും, ഞങ്ങളുടെ വി ഡി സവർക്കർ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കരച്ചിലും വലിയ സന്തോഷമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പടക്കം പൊട്ടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോ. വാഹനങ്ങളുടെ രൂപമാറ്റം തീരുമാനിക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ. രൂപമാറ്റം കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ചേ പറ്റുമെന്ന് പി ശിവദാസൻ എം പിക്ക് രാജ്യസഭയിൽ മറുപടി നൽകിയിരിക്കുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമേ വാഹനങ്ങളിൽ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രേഖാമൂലം സഭയെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത് ചില നിർദ്ദിഷ്ട കാര്യങ്ങളിൽ മാത്രമാണ് മാറ്റങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇന്ധന സ്രോതസ് മാറ്റുന്നതിനോ അല്ലെങ്കിൽ അത് പരിഷ്കരിക്കുന്നതിനോ വേണ്ടി എഞ്ചിനിൽ വരുത്താവുന്ന മാറ്റം, സുരക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കാനുള്ള അനുമതി, അതോടൊപ്പം തന്നെ അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വാഹനത്തിൽ വരുത്താവുന്ന ക്രമീകരണം, ഇവയൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള മാറ്റങ്ങൾ. ഇത് വരുത്തുന്നതിന് വാഹന നിർമ്മാതാവിന്റെ അംഗീകൃത ഡീലർക്കോ മാത്രമേ പറ്റുകയുള്ളൂ. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമുള്ള വർക്ക്ഷോപ്പുകൾക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ മാറ്റം വരുത്താമെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ പറയുന്നത് പോലെ വേഗത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് പ്രാദേശിക സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ സംസ്ഥാനത്തെ റോഡുകളുടെ ഉൾപ്പെടെ സാഹചര്യം പരിഗണിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുക എന്നും ഇപ്പോൾ വി ശിവദാസൻ എം പിക്ക് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ നൽകി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരള ഗവൺമെന്റിന് ഈ ഒരു രീതിയിൽ തീരുമാനമെടുക്കാനായിട്ട് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയും ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് മാറ്റി വെച്ചേക്കെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം തമിഴ്നാട്ടിലേക്ക് വാഹനങ്ങളുടെ മോഡിഫിക്കേഷനും അവരെങ്ങനെയൊക്കെയാണ് കൊണ്ടു നടക്കുന്നത് നമുക്കറിയാം. പക്ഷേ കേരളത്തിലെ വാഹനങ്ങൾ കൊണ്ടു നടക്കേണ്ട രീതിയെപ്പറ്റി ഇന്ത്യൻ ഗവൺമെൻറ്, നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് പിണറായി വിജയനും ഇടതുപക്ഷവും കമ്മ്യൂണിസവും ഒക്കെ പറഞ്ഞപ്പോൾ അത് അവരുടെ കഴിവുകേടാണെന്നും ഗണേഷ് കുമാറിൻ്റെ ധാർഷ്ട്യമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ കരച്ചിലും മെഴുകലും ഒക്കെ ആയിരുന്നു. ആ മെഴുകിയ മക്കളൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് എന്താ പറയുന്നത്? CP ജോൺ എന്ന് പറയുന്നൊരു നേതാവ് വന്ന് ഗതാഗത മന്ത്രിയായിട്ട് ഈ KB ഗണേഷ് കുമാർ മാറി CP ജോൺ വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങ് ഉരുട്ടിക്കൊണ്ട് തരുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പലരും ഇരുന്നത് കേട്ടോ. ഈ ഉരുട്ടി തരുമെന്ന് പറഞ്ഞ ആളുകൾക്ക് ഉരുട്ടി കിട്ടിയില്ലടാ മക്കളെ. വാഹനം മോഡിഫൈ ചെയ്യുന്നത് പോയിട്ട് എക്സ്ട്രാ ലൈറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ പെറ്റി അടിച്ച് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ രക്ഷാദൗത്യത്തിന് വേണ്ടിയിട്ട് ദുരന്തമുഖത്ത് പെട്ടുപോയിട്ടുള്ള ദുരന്തബാധിതരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വാഹനത്തിന് പോലും പൊതുഖജനാവ് നിറയ്ക്കാനായിട്ട് പെറ്റി അടിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞത് വാഹന മോഡിഫിക്കേഷൻ ഞങ്ങൾ അലൗഡ് ആക്കും, കേരളത്തിൽ ഇടതുപക്ഷം സമ്മതിക്കാതെ പോയ സാധനം ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വണ്ടിഭ്രാന്തന്മാരെല്ലാം കൂടി അങ്ങോട്ട് പോയി. എന്തിനാ? വണ്ടിയുടെ എക്സോസ്റ്റ് മാറ്റാനും വണ്ടിയുടെ മറ്റ് പല രൂപങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും. ലക്ഷങ്ങൾ മുടക്കി വാഹനത്തിന്റെ ഈ ഒരു രൂപം മാറ്റിയ, അല്ലെ വാഹനത്തിൽ അധിക ശബ്ദത്തിന് വേണ്ടിയിട്ട് ഫിൽട്ടർ കയറ്റിയ, എക്സോസ്റ്റ് കയറ്റിയ ആളുകളൊക്കെ ഇന്നിരുന്ന് കരയുന്നുണ്ടാവും, അല്ലെ പശ്ചാത്തപിക്കുന്നുണ്ടാവാം. അന്ന് പല ആളുകളും പറഞ്ഞത് ഞങ്ങൾ വണ്ടിഭ്രാന്തന്മാരുടെ കഴിവ് കൊണ്ടാണ് പിണറായിയും KB ഗണേഷ് കുമാറും ഒക്കെ തോറ്റുപോയത്, ഇടതുപക്ഷം ഈ നാട്ടിൽ നിന്ന് വേരോടെ ഞങ്ങൾക്ക് പിഴുതെറിയാൻ സാധിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നാ പറഞ്ഞ ആളുകൾ മാറ്റി പറയുന്നൊരു അവസരത്തിലേക്ക് നമ്മുടെ പൂക്കികളെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോയി. ഇതിവർ പറ്റിക്കുന്നതാണെന്ന് അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സാണെന്നും അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണെന്നും ആ പ്രക്രിയയിൽ ഇടതുപക്ഷമോ അല്ലെ വലതുപക്ഷമോ ഈ രണ്ട് പാർട്ടിയിലും ഇനി BJP വന്ന് ഭരിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഇരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ, അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? കേന്ദ്രം സമ്മതിക്കാത്തത് കൊണ്ടാണ്. ഇതിപ്പോൾ സ്വന്തം നാത്തുവിൻ്റെ മക്കളായിട്ടും അല്ലെ സ്വന്തം അച്ഛൻ്റെ അനിയൻ്റെ മക്കളായിട്ട് പോലും കേന്ദ്രം കേരള ഗവൺമെന്റിന് അല്ലെങ്കിൽ UDF ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. അവർ പറയുന്ന ഒരു കാര്യം സമ്മതിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ നമ്മുടെ CP ജോൺ പ്രതികരിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും നമ്മളിപ്പോൾ കാണേണ്ടതാണ്. ഒന്ന് കണ്ടുപോയിക്കോ. വളരെ വേഗം മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പ് ഞാൻ തന്നെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 149 വന്നിട്ടുണ്ട്. നീണ്ട ഒരു നമ്പറൊന്നും ആവശ്യമില്ല. പക്ഷെ വെയിറ്റിംഗ് 12 സെക്കൻഡിലേക്ക് എങ്കിലും നമുക്ക് കോൾ എടുക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ്. മെഡിക്കൽ സെന്ററിനെ കുറിച്ച് തീരുമാനം എടുക്കണം. കാരണം അതിന് കുറെ കൂടെ പൈസ ആവശ്യമുണ്ട്. അത് എന്താണ് ചെയ്യേണ്ടത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് തുടങ്ങിയാൽ പിന്നെ നടത്തിക്കൊണ്ട് പോകുന്നത് വളരെ വൃത്തിയായിട്ട് നടത്തിക്കൊണ്ട് പോകണം.
അതിനെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾക്ക് സാധിക്കാത്തത് അതാ. അതാ ഞാൻ പറഞ്ഞില്ല, തീരുമാനിച്ചിട്ടില്ല. എന്താ ചോദിച്ചത്? കൊറിയർ സർവീസ് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ തുടങ്ങുക. കാരണം ഇത് ആന്ധ്രയിൽ ഒരു കമ്പനിയാണ് നടത്തിയത്. ഭയങ്കര ഫെയിലിയറായി. അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളമില്ല, വാടക അവരെടുത്ത സ്ഥലത്തിന് വാടകയില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് സേവനമില്ല. അപ്പൊ അത് നമ്മൾ നേരിട്ട് നടത്തുകയാണ് KSRTC. അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഒരു നല്ല ഡിസ്കഷൻ വേണം. പുതിയൊരു മേഖലയിലേക്ക് KSRTC കടക്കണോ, നമ്മുടെ ഒരു എന്താ പറയുക കോർ കോമ്പിറ്റൻസ് ഉള്ളൊരു സ്ഥലമാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് അറിയിക്കാം. ഈ കൊറിയറിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി വന്നത് പലപ്പോഴും ദൂരെയുള്ള ഡിപ്പോളിൽ നിന്നൊക്കെ വാങ്ങേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഇത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവുമോ? അല്ല, അതിപ്പോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം. നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഇത് കൊടുക്കാനും മേടിക്കാനുമുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ഞാൻ സഹകരണ വകുപ്പ് മന്ത്രിയോട് ആലോചിക്കും. ഇതുവരെ ആലോചിച്ചിട്ടില്ല. അപ്പൊ അവരുടെ കൗണ്ടറിൽ തന്നെ നമുക്ക് വലിയ ഘനമില്ലാത്ത സംഗതികൾ വേണമെങ്കിൽ എടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വലിയൊരു ഇത് കിട്ടും. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. അല്ല, അതായിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് നിയമപരമായിട്ട് അംഗീകരിക്കുന്നതുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാതെ ഇപ്പോൾ നിയമവിരുദ്ധമായിട്ടൊരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അടിപൊളി. ഇങ്ങനെ അല്ലല്ലോ സാറേ നിങ്ങൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ ഒരു മോഡിഫിക്കേഷൻ അലൗഡ് ആക്കും, അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇന്നിപ്പോൾ നിങ്ങൾ പറയുകയാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ് പറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അനുവദിച്ചിരിക്കുന്ന മോഡിഫിക്കേഷൻ അത് ഏതുമായിക്കോട്ടെ, പഴയ ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്തുള്ള ആ ഒരു അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അതുമായിട്ട് തന്നെ മുന്നിലേക്ക് പോയാൽ മതി. വേറെ എക്സ്ട്രാ ഫിറ്റിങ്ങോ അല്ലെ വേറെ രൂപമാറ്റമോ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട എന്നാണ് CP ജോൺ ഇപ്പോൾ പറയുന്നത്. അതായത് മോഡിഫിക്കേഷൻ അലൗഡ് ആക്കുമെന്ന് പറഞ്ഞ ആളുകൾ മോഡിഫിക്കേഷൻ വേണ്ട, വാഹനം എങ്ങനെ ഉപയോഗിക്കുന്നോ അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി, എക്സ്ട്രാ ഒരു ലൈറ്റ് പോലും ഫിറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ വിശ്വസിച്ചവർക്കെല്ലാം അല്ലെങ്കിൽ നമ്പി വോട്ട് ചെയ്തവർക്കെല്ലാം കിട്ടി ബോധിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ട് സന്തോഷിക്കണം. നിങ്ങളെല്ലാവരും വലിയ രീതിയിൽ സന്തോഷമാക്കാൻ, നിങ്ങളെല്ലാവരും വലിയ രീതിയിൽ പടക്കം പൊട്ടിച്ചും പായസം വെച്ചും പൊങ്കാലയിട്ടും തിരുവാതിര കളിച്ചുമൊക്കെ ആഘോഷമാക്കിയതല്ലേ ഇവരുടെയൊക്കെ പോക്ക്. ആരുടെയാണ്? VD സതീശൻ്റെ അല്ല, പിണറായി വിജയൻ്റെയും ഗണേഷ് കുമാറിൻ്റെയും ഒക്കെ. എന്നിട്ട് ഇവരെ അങ്ങോട്ട് പിടിച്ച് അധികാരത്തിലിരുത്തി. ആരെയാണ്? VD സതീശനെയും CP ജോണിനെയും ഒക്കെ. ഇപ്പം ശരിക്കും കിട്ടിയിട്ടുണ്ടല്ലോ. വാഹനം എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നത് അതേ രീതിയിൽ വേണമെങ്കിൽ ഓടിച്ചാൽ മതി, ഇല്ലെങ്കിൽ അടിച്ച് പെറ്റി നിനക്കൊക്കെ തന്നിരിക്കും. മര്യാദയ്ക്ക് വണ്ടി കൊണ്ടു കിടക്കാൻ പറ്റിയോ കൊണ്ടു കിടന്നാൽ മതി. വലിയ ആഹ്ലാദമായിരുന്നല്ലോ, അടിച്ച് പൊളിക്കേ. ഇതിനും പടക്കം പൊട്ടിക്കാൻ വല്ലതും ഉണ്ടോ മക്കളെ? പൂക്കികളെ നമ്പിനാൽ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചെടുത്തോ. ഓക്കെ, ബൈ.